ശേഷം ഞാൻ സഞ്ചാരം തുടരുകയാണ്. 2 സന്യാസി മഠങ്ങളും അതുമായി ബന്ധപ്പെട്ട രസകരമായ ചരിത്ര പശ്ചാത്തലവുമുള്ള മാലൂലയിലേക്കാണ് ഈ യാത്ര. ഈ ഭാഗത്തൊക്കെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ചുറ്റിലും വസിക്കുന്നവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ജനവാസ മേഖല പിന്നിടുമ്പോൾ കൃഷിയിടങ്ങളായി കാഴ്ച, പിന്നെ ഒരേ തരത്തിലുള്ള നീളൻ കെട്ടിടങ്ങളും. പൗൾട്രി ഫാമുകളാണത്. ഇത്തരത്തിലുള്ള നിരവധി കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ സിറ്റ്നായിൽ നിന്നും മാലൂലയിലേക്കുള്ള യാത്രാമധ്യേ കാണാം. ദമാസ്കസ് പോലെയുള്ള വൻ നഗരങ്ങളുടെ ഉപഭോഗത്തിനുള്ള മുട്ടയും ഇറച്ചിയും പച്ചക്കറിയുമൊക്കെ കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥയുള്ള ഇത്തരം പ്രദേശങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുന്തിരിത്തോട്ടങ്ങളാണ് വേറൊരു കാഴ്ച. വീണ്ടും നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന വിജന പ്രദേശത്തു കൂടിയായി യാത്ര. ഇടയ്ക്ക് പട്ടാള ട്രക്കുകൾ കടന്നുപോകുന്നു. സിറിയയുടെയും ലെബനന്റെയും അതിർത്തി മേഖലയാണിത്. അതിനാലാവാം പട്ടാള സാന്നിധ്യം. കാർ മറ്റൊരു ചെറു പട്ടണത്തിലെത്തിയിരിക്കുന്നു. ടൊവാനി എന്നറിയപ്പെടുന്ന പട്ടണം. പാതയോരത്തൊന്നും അധികം ആളുകളില്ല. അറബി നാടുകളുടെയെല്ലാം ഇടത്തരം പട്ടണങ്ങൾ ഇങ്ങനെയാണ്. മൺനിറമുള്ള ചെറുവീടുകൾ, പട്ടണമധ്യത്തിലായി ഉയർന്നു നിൽക്കുന്ന ഒരു പള്ളി മിനാരം, ഇടുങ്ങിയ പാതകൾ. ടൊവാനി പിന്നിലാവുന്നതോടെ മുന്നിൽ ഒരു പർവ്വതനിര ദൃശ്യമാകുന്നു. മലമടക്കുകളിലൂടെ പണിതുവച്ച ഒരു കോട്ടയാണതെന്ന് തോന്നും. ആന്റി ലെബനോൻ പർവ്വതനിരയാണത്. സിറിയയുടെയും ലെബനന്റെയും അതിർത്തി നിർണയിച്ചുകൊണ്ട് അതങ്ങനെ നീണ്ടുകിടക്കുകയാണ്. 150 കിലോമീറ്റർ നീളമുള്ള പർവ്വതമാണ് ആന്റി ലെബനോൻ. സിറിയയിൽ ഈ പർവ്വതം ആന്റി ലെബനൻ മൗണ്ടൻ എന്നറിയപ്പെടുമ്പോൾ ലെബനൻകാർ ഇതിനെ ഈസ്റ്റേൺ മൗണ്ടൻ റേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പർവ്വതത്തിന്റെ തെക്കേയറ്റം ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിലാണ് ചെന്നുമുട്ടുന്നത്. 2814 മീറ്റർ വരെ ഉയരമുള്ള കൊടുമുടികൾ ആന്റി ലെബനൻ പർവ്വതനിരയിലുണ്ട്. സിറിയൻ മരുഭൂമിയുടെ സംസ്കാരങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ പർവ്വതനിര വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു മല പിളർന്നുണ്ടായ പാതയിലൂടെ എൻ്റെ ഡ്രൈവർ ഹുസാം നല്ല വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ആ മല കടന്നെത്തുന്നത് മാലൂലയുടെ താഴ്വാരത്തേക്കാണ്. വരണ്ട കുന്നുകൾക്ക് നടുവിലെ മരുപ്പച്ചയാണിത്. ഒലിവ് പാടങ്ങളും മുന്തിരിത്തോപ്പുകളും ഒക്കെയുള്ള താഴ്വാരം. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്നും 56 കിലോമീറ്റർ അകലെയുള്ള മലയോര പട്ടണമാണ് മാലൂല. നഗര കവാടം പിന്നിട്ട് സഞ്ചാരം തുടരുകയാണ്. കുന്നുകളുടെ താഴ്വാരത്ത് പച്ചപ്പിന്റെ ഒരു തളിക. ചുറ്റുഭാഗത്തുമുള്ള മലകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നിരവധി കുഞ്ഞരുവികളാണ് ഈ താഴ്വാരത്തെ ഹരിതസമൃദ്ധമാക്കുന്നത്. പിസ്താഷ്യോയും ആപ്പിളും ഒലിവും മുന്തിരിയുമൊക്കെ വിളയുന്നുണ്ട് അവിടെ. ഏതു നിമിഷവും അടർന്നു വീണേക്കാമെന്ന് തോന്നുന്ന ചുണ്ണാമ്പ് പാറകളുള്ള മലയുടെ ചുവട്ടിൽ നിരനിരയായ കെട്ടിടങ്ങൾ. കാർ മാലൂലയുടെ പ്രധാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. 2500 അന്തേവാസികൾ മാത്രമുള്ള നഗരമാണ് മാലൂല. പുരാതനമായ ഒരു ക്രിസ്ത്യൻ നഗരം. വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ മാലൂലയിലുള്ളൂ. പാതയോരത്ത് ഒരിടത്ത് ഹുസാം കാർ നിർത്തി. മാലൂലയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കും മുൻപ് എനിക്ക് നഗരത്തിന്റെ പുറം കാഴ്ച ക്യാമറയിലാക്കാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു അയാൾ. പച്ചപ്പിന്റെ തടാകം പോലെയുള്ള താഴ്വാരത്തിന് ചുറ്റിലുമായി മലഞ്ചെരുവിൽ കുറേയേറെ കെട്ടിടങ്ങൾ. താഴ്വരയിൽ ഒലിവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ തഴച്ചു വളരുന്നു. 3000 വർഷത്തെ ചരിത്രമുള്ള നഗരമാണ് മാലൂല. പാശ്ചാത്യരായ ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ഇവിടേക്ക് പ്രവഹിച്ചു തുടങ്ങിയതോടെ മാലൂലയുടെ മുഖഛായ മാറിയിരിക്കുന്നു. ഒരു കാലത്തും വണിക്കുകളുടെ ഇടത്താവളമായിരുന്നില്ല മാലൂല. പക്ഷേ ഭക്തിയുടെ കേന്ദ്രമായിരുന്നു ഈ ചെറുനഗരം. നഗരത്തിന് പിന്നിൽ മലമുകളിൽ ഒരു കെട്ടിടം കാണാം. പ്രസിദ്ധമായ മാലൂല ഹോട്ടലാണ് അത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി കൊത്തുപണികൾ നടത്തിയ കൂറ്റൻ മലകൾ. അതിന്റെ ചെരുവുകളിൽ പുതിയ കാലത്തിന്റെ കെട്ടിട സമൃദ്ധി. മാലൂലയുടെ തെരുവിലൂടെ മലമുകളിലെ ഒരു തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ചരിത്രപരമായി ഏറെ കൗതുകമുണർത്തുന്ന ഒരു പ്രത്യേകത മാലൂല നഗരത്തിനുണ്ട്. യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയായ അരാമിക്കാണ് ഇന്നും ഈ നഗരത്തിലെ വലിയൊരു വിഭാഗം ആളുകളുടെയും ഭാഷ. 3000 വർഷത്തിന്റെ പഴക്കമുള്ള സെമിറ്റിക് ഭാഷയാണ് അരാമിക്. ഒട്ടേറെ ആളുകൾ അരാമിക് സംസാരിക്കുന്ന മാലൂല പോലെ മറ്റൊരു നഗരം ലോകത്തെവിടെയും ഉണ്ടാവില്ല. പരുക്കൻ മലയുടെ ചെരുവിൽ പറയത്തക്ക രൂപഭംഗിയൊന്നുമില്ലാത്ത കെട്ടിടങ്ങൾ.
after this house, many caves on the left side. മലഞ്ചെരുവിൽ പലയിടത്തും പുരാതനമായ ചെറുഗുഹകൾ കാണാം. ആദ്യകാലത്ത് മാലുലയിൽ ഉണ്ടായിരുന്നവർ മൃതദേഹം സംസ്കരിച്ചിരുന്നത് ഇത്തരം ഗുഹകളിലാണ്. മലമുകളിലേക്ക് ചെല്ലും തോറും പാതയുടെ വീതി കുറഞ്ഞുകൊണ്ടിരുന്നു. സുഖകരമായ കാലാവസ്ഥയുള്ള പ്രദേശമാണ് മാലുല. മലമുകളിലെ വലിയ ഗുഹകളിൽ പണ്ട് സന്യാസിമാർ വസിച്ചിരുന്നു അത്രേ. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് മാലുല നഗരം. മല കയറി എത്തുന്നത് ഒരു സന്യാസി മഠത്തിനടുത്തേക്കാണ്, മൊനാസ്ട്രി ഓഫ് സെർഗിയൂസ് ആൻഡ് ബാക്കസ്. അതിനു മുൻപിൽ കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. 1500 വർഷം മുൻപ് സ്ഥാപിതമായ സന്യാസി മഠം. എൻ്റെ കൂടെയുള്ള ഗൈഡ് ഫാരിസ് അൽഗോറിക്ക് കട്ടൻ ചായ കുടിക്കണം. ഡ്രൈവർ ഹുസാമിന് സിഗരറ്റ് പുകയ്ക്കുകയും വേണം. അതിനാൽ മൊനാസ്ട്രിയോട് ചേർന്നുള്ള കഫ്റ്റീരിയയിലേക്കാണ് അവരെന്നെ ആദ്യം നയിച്ചത്. മൊനാസ്ട്രിയോട് ചേർന്ന് പുരാതനത്വം തോന്നുന്ന ഒരു കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു മൂലയിൽ പുരാവസ്തു എന്ന് തോന്നുന്ന ഒരു അറബി സമോവറുണ്ട്. കടയുടമയുടെ മകൾ അതിൽ നിന്നും ഞങ്ങൾക്കുള്ള പാനീയം ഒരുക്കി. കെറ്റിലിൽ നിന്നും ടാർ പോലെ കൊഴുത്ത അറബി കാപ്പി കപ്പുകളിലേക്ക് പകരുകയാണവൾ. പിന്നെ അത് സോസറിൽ വച്ച് ചെറുചിരിയുടെ മേമ്പൊടി ചേർത്ത് ഞങ്ങൾക്ക് തന്നു. അറബി കാപ്പി അകത്താക്കാൻ ഞാൻ അല്പം വിഷമിച്ചു. അരുചി തന്നെ കാരണം. ഡ്രൈവർ ഹുസാമിന് സിഗരറ്റാണ് പഥ്യം. സ്വയം വലിക്കുക മാത്രമല്ല, എന്നെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ. അച്ഛനും അമ്മയും മകളും ഉൾപ്പെട്ട ഒരു സിറിയ കുടുംബമാണ് കഫ്റ്റീരിയയുടെ നടത്തിപ്പുകാർ. ഫാരിസമ്മാവനും ഹുസാമും കടയിൽ വിശ്രമിക്കെ ഞാൻ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെ നിന്നാൽ മാലുല നഗരത്തിന്റെ വിശാലമായ ദൃശ്യം ലഭിക്കുമെന്ന് കടയുടമയാണ് പറഞ്ഞത്. ഇതാണ് മാലുല നഗരത്തിന്റെ പ്രധാന ഭാഗം. പച്ചപ്പിന്റെ സമൃദ്ധിയും അതിനുമപ്പുറം മരുക്കുന്നുകളും ആന്റി ലെബനോൻ പർവ്വതനിരയുമൊക്കെ കാണാം. മലകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ മാനവ സംസ്കാരം താഴ്വാരത്ത് തളം കെട്ടിക്കിടക്കുകയാണെന്ന് തോന്നും. അടുത്തതായി മൊനാസ്ട്രി കാണാൻ പോവുകയാണ്. ഫാരിസ് അമ്മാവൻ ദീർഘയാത്രയുടെ ക്ഷീണം ഒരു അറബി കാപ്പിയിൽ അലിയിച്ചു കളഞ്ഞിരിക്കുന്നു. കൂറ്റനൊരു കൽക്കെട്ടിടത്തിലാണ് മൊനാസ്ട്രി പ്രവർത്തിക്കുന്നത്. അതിലേക്ക് കടക്കാനാവട്ടെ ഉയരം കുറഞ്ഞ ഒരു കവാടമാണുള്ളത്. ഫാരിസ് അമ്മാവന് പിന്നാലെ കവാടം കടന്ന് മൊനാസ്ട്രി കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. കൽത്തണുപ്പും ചരിത്രത്തിന്റെ ഗന്ധവും മൊനാസ്ട്രിക്കുള്ളിൽ സുഖകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വലിയൊരു നടുമുറ്റത്തിനു ചുറ്റുമായി കുറേയേറെ കമാനങ്ങൾ. വിശുദ്ധന്മാരായ സെർഗിയൂസിന്റെയും ബാക്കസിന്റെയും നാമധേയത്തിൽ ഇവിടെ ഒരു സന്യാസി മഠം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമനാണ്. AD 527 ഇത് നിലവിൽ വന്നത്. പിന്നീട് പലതവണ ഈ മന്ദിരം തകരുകയുണ്ടായി. പഴയ കെട്ടിടത്തെ ഇന്ന് കാണുന്ന വിധം പുനരുദ്ധരിച്ചത് 1991 ഒരു ഇടുങ്ങിയ വഴിയിലൂടെ എത്തിയത് മൊനാസ്ട്രിയിലെ ചാപ്പലിലേക്കാണ്. അതിനുള്ളിൽ ക്യാമറ പ്രവേശിപ്പിക്കാൻ അനുമതിയില്ല. സന്യാസി മഠത്തിന്റെ പുരാതനത്വമുള്ള മറ്റു ഭാഗങ്ങൾ ക്യാമറയിലാക്കി നീങ്ങി.